ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ 7 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഒരു 3 ദിവസത്തെ ഒരു അവധിക്ക് ശേഷമാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു കൺസോളിഡേഷൻ ഒരു ഫേസിലൂടെയാണ് കടന്നുപോയത്. കൺസോളിഡേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ ഹയർ സൈഡിലേക്ക് പതിയെ മൂവ് ചെയ്തിട്ടുള്ളൊരു കൺസോളിഡേഷനാണ്. കാരണം FIs-ഉം DIs-ഉം കഴിഞ്ഞ ആഴ്ചയിൽ ബൈയിങ് മോഡലായിരുന്നു. അപ്പോൾ FIs ഇത്ര അധികം നിഫ്റ്റി ഉയർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും FIs ബൈയിങ് ആണ് ചെയ്യുന്നത്. ഈവൻ വെള്ളിയാഴ്ച അടക്കം FIs-ഉം DIs-ഉം ബയേഴ്സ് ആയിരുന്നു. നിഫ്റ്റി 23, 200, 400, 500 അങ്ങനെ പതിയെ കയറിപ്പോയൊരവസ്ഥയിലാണ്. ആക്ച്വലി ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസിങ്ങിൽ നിന്ന് 100 പോയിൻ്റ് മുകളിൽ ഏകദേശം ഒരു 23,600 പരിസരത്താണ് നിഫ്റ്റിയുടെ നിൽപ്പ്. ഗ്ലോബൽ ഈവൻ്റ് നോക്കുകയാണെങ്കിൽ ഈ നാളെ US മാർക്കറ്റ് അവധിയാണ്. ഇന്ന് US മാർക്കറ്റിൽ നിന്ന് സെയിൽസ് ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റാണ് ഈ പുതിയ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ്. ഡേറ്റ് കൺഫേം ആയിട്ടില്ലെങ്കിൽ കൂടിയും ഈ മാസത്തിലെ ഏകദേശം ജൂലൈ 22-നാണ് ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് ഓൾമോസ്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഡേറ്റ് കൺഫേം അല്ല. അപ്പോൾ ഇനി ബഡ്ജറ്റും അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വോളറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിലുണ്ടാവും. ബഡ്ജറ്റിൻ്റെ സമയത്തും ഈ ഒരു വിക്സ് പതിയെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടു വിക്സ് 31 വരെ പോയിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ PCR 1 എന്ന നിലയിലും 22,400 സ്പോട്ടിൽ നിന്ന് 22,400 ഒരു സ്റ്റാർട്ടിലുണ്ട്. പക്ഷേ മാർക്കറ്റ് ഇത്ര ഹൈ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് റാലിക്കുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു 100 പോയിൻ്റ് മുകളിലാണ്. ഈവൻ 22,300-ഉം 200-ഉം എല്ലാം തന്നെ ഒരു സപ്പോർട്ട് സോണായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. 22,800-ഒക്കെയാണ് 22,400-ന് ശേഷമുള്ള ഒരു ഹയർ കോൾ സൈഡിലുള്ള ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്. നമുക്കിന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇന്ന് മാർക്കറ്റിൽ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഡിഫൻസ് സെക്ടറിൽ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഈ ആയുധ ഉപകരണങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡിഫൻസ് സെക്ടർ പ്രൊക്യൂർ ചെയ്യുന്നത് പ്രധാനമായിട്ടും HAL-ൻ്റെ ഭാഗത്തു നിന്നാണ്. HAL ഇന്ത്യൻ ആർമിക്ക് മാത്രമല്ല പുറമേക്കും ഇവർ കയറ്റുമതി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു HAL-നെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഡിഫൻസ് മിനിസ്ട്രി 156 ലൈറ്റ് ചോപ്പർ ഹെലികോപ്റ്ററുകളെല്ലാം തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സൊമാറ്റോ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. പേടിഎമ്മിൻ്റെ ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് സൊമാറ്റോ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു ചർച്ചകൾ പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. LIC രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ദാതാക്കളാണ്. LIC 60% വിപണി പങ്കാളിത്തമാണ് LICക്ക് ഈ ഒരു ഇൻഷുറൻസ് മേഖലയിലുള്ളത്. അപ്പോൾ ഇവർ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരികയാണെന്നുള്ള ഒരു വലിയൊരു ന്യൂസാണ് LICനെ സംബന്ധിച്ചുള്ളത്. TCS രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ് TCS. TCSന് ഏകദേശം ഒരു $194 മില്യൺ ഒരു പെനാൽറ്റി ലഭിച്ചിട്ടുണ്ട്. US ഡിസ്ട്രിക്ട് കോർട്ടാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ള ന്യൂസാണ് TCSനെ സംബന്ധിച്ചുള്ളത്. അനുഷനി കൊമേഴ്ഷ്യൽ കമ്പനിക്ക് 682 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. RVNL കമ്പനി 160 കോടി രൂപയുടെ ഓർഡർ RVNL കമ്പനിക്ക് കിട്ടി. BLS സർവീസ് കമ്പനി വിസ സർവീസുകളെല്ലാം തന്നെ ആ ഒരു ഫെസിലിറ്റി തരുന്ന കമ്പനിയാണ് BLS സർവീസ് കമ്പനി. അവർ ആഡി ഫീൽഡ് സൊല്യൂഷൻ്റെ 55% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. വിപ്രോ ഹനസ്ബറാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് വിപ്രോ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. KBC ഗ്ലോബൽ കമ്പനിക്ക് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക് കിട്ടിയിട്ടുണ്ട് $20 മില്യൺ. കൊറോമൻഡൽ ഇൻ്റർനാഷണൽ കമ്പനിക്ക് ഇവർ ICAR എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അദാനി പോർട്ട് ഇവരുടെ മുദ്ര പ്ലാന്റിലേക്ക് വേണ്ടിയിട്ട് 45,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനം അദാനി പോർട്ടിനെ സംബന്ധിച്ചുണ്ട്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, IPO അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ബിസ്മേറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ടാബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 66,300,
ഗോൾഡും ഒരു $5 ഉയർന്ന് 2324 എത്തി നിൽക്കുന്നുണ്ട്. ബ്രന്റ് ഓയിൽ ഉയർന്നു 54 ഓസ്ട്രേലിയ പോസിറ്റീവിലാണ്. ചൈന ഫ്ലാറ്റ് ആണെങ്കിൽ കൂടിയും കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളിൽ തന്നെ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ കാണാം. ഇന്നലെ ഇൻഫോസിസും വെപ്രോയും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസിങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഹയർ ആണ് എങ്കിൽ കൂടിയും പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ വരുന്നില്ല. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും യുദ്ധസമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇക്വിറ്റി മാർക്കറ്റ് പതിയെ മുകളിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈവൻ നിഫ്റ്റിയിലും ഈ ഇലക്ഷൻ സമയത്ത് വോളറ്റിലുണ്ടായി മാർക്കറ്റ് ശക്തമായിട്ട് ഇടിഞ്ഞു. ഒരു 2000 പോയിൻ്റൊക്കെ ഇടിഞ്ഞെങ്കിൽ കൂടിയും ശക്തമായ ബൈയിങ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബൈയിങ് ആവാം, റീറ്റെയിലേഴ്സ് ആവാം, HNIs ആവാം. മാർക്കറ്റ് താഴുമ്പോൾ എല്ലാ ആളുകളും കരുതുന്നത് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ആളുകളുടെ ഒരു മനോഭാവം മാർക്കറ്റിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് മാർക്കറ്റ് താഴുമ്പോൾ വീണ്ടും അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് പതിയെ മുകളിലേക്ക് പോകുന്നുണ്ട്. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനൊന്നും ഈ സമയത്ത് മുതിരുന്നത് അത്ര നല്ലതായിരിക്കില്ല. കാരണം മാർക്കറ്റ് ഷോർട്ട് ചെയ്ത ആളുകൾക്ക് യാതൊരു കാരണവും ഇല്ലാതെ ഹയർ സൈഡ് ആണെങ്കിൽ കൂടി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നൊരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം FISൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകുക എന്നുള്ളതാണ് മാർക്കറ്റിന് മുന്നോട്ടുള്ള ഗതിക്ക് ഒരു തടസ്സമാകുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ബൈയിങ് സപ്പോർട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എത്ര അധികം നിഫ്റ്റി ഉയർന്ന രീതിയിലാണെങ്കിൽ കൂടിയും അത് പതിയെ കൺസോളിഡേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടിയും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഫോർമുലാസ് ഒന്നുമില്ല. അപ്പോഴപ്പോഴുള്ള ഉണ്ടാകുന്ന സാഹചര്യങ്ങളനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.